നമസ്കാരം. ആത്മീയം ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ്. ജീവിതമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമാണല്ലേ. നാളെ എന്ത് നടക്കും? ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടുമോ? എൻ്റെ കഷ്ടപ്പാടുകൾക്കൊരു അവസാനം ഉണ്ടാകുമോ? അങ്ങനെ ആയിരം ചോദ്യങ്ങളായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഉറക്കമുണരുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കും ആരെങ്കിലും ഒന്ന് വഴി കാണിച്ചു തന്നിരുന്നെങ്കിലെന്ന്. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിലെന്നും നമ്മൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ആ വലിയ ആഗ്രഹത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ തൊടുകുറി ശാസ്ത്രം. തൊടുകുറി ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതൊരു തമാശയായി തോന്നിയേക്കാം. വെറുതെ ഒരു പടം തൊട്ടാൽ എന്ത് സംഭവിക്കാനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ സത്യം അതല്ല. നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്ന ഒരു വലിയ രഹസ്യമുണ്ട്. ഈ പ്രപഞ്ചം എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നിമിത്തങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ചിലപ്പോൾ നമ്മൾ വെറുതെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ ഉപബോധ മനസ്സിന്, അതായത് നമ്മുടെ ആത്മാവിനറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്ന്. ആ ഉപബോധ മനസ്സിനെ പ്രപഞ്ച ശക്തിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് തൊടുകുറി ശാസ്ത്രം. ഇന്ന് നമ്മൾ ഈ ശാസ്ത്രത്തെ സമീപിക്കുന്നത് സാധാരണ രീതിയിലല്ല. സാക്ഷാൽ കൈലാസനാഥനായ പരമശിവനെയും അവിടുത്തെ തേജസ് മുഴുവൻ ആവാഹിച്ചെടുത്ത പുത്രൻ മുരുകനെയും മുൻനിർത്തിയാണ്. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും തിരഞ്ഞെടുത്തതെന്നറിയാമോ? ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, തടസ്സങ്ങളെ തകർക്കാനുള്ള ശക്തി. അതാണ് വിഘ്നേശ്വരനായ ഗണപതിയുടെ സഹോദരൻ മുരുകൻ തരുന്നത്. രണ്ട്, എന്തു വന്നാലും തളരാതെ നിൽക്കാനുള്ള മനക്കരുത്ത്. അതാണ് സാക്ഷാൽ മഹാദേവൻ നമുക്ക് തരുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് ദൈവീക രൂപങ്ങളുണ്ട്. ഒന്ന്, വേലേന്തി നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി. രണ്ട്, തൃശൂലധാരിയായ പരമശിവൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഇത് നിങ്ങൾ ധൃതി കാട്ടി ചെയ്യേണ്ട ഒന്നല്ല. ഈ വീഡിയോയുടെ ദൈർഘ്യം കുറച്ച് കൂടിയാലും സാരമില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് ഓർക്കുക. അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നടക്കുമോ എന്ന് ഭയമുള്ള ഒരു വലിയ കാര്യം, അത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ മകളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ വീടുപണിയാകാം, ജോലിയിലെ പ്രൊമോഷനാകാം, വിദേശ യാത്രയാകാം, എന്തോ ആകട്ടെ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടദേവനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഇതിനൊരു ഉത്തരം എനിക്ക് തരണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുക. ഇനി സാവധാനം കണ്ണുകൾ തുറന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കുക. ആദ്യത്തെ നോട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് ഏത് രൂപത്തിലേക്കാണ് പോയത്? വേലേന്തി നിൽക്കുന്ന മുരുകനിലേക്കാണോ? തൃശൂലധാരിയായ ശിവനിലേക്കാണോ? രണ്ടും ഒരുപോലെ തോന്നും. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഒരിടത്ത് കൂടുതൽ ഉടക്കി നിൽക്കുന്നുണ്ടാകാം. ആ ചിത്രം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യം നിങ്ങളുടെ മനസ്സ് പറഞ്ഞത് ഏത് ദേവനെയാണോ, അതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞിരിക്കുന്ന ദൈവീക ശക്തി. നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായി വളരെ വിശദമായി പരിശോധിക്കാം. ഇത് വെറുമൊരു പ്രവചനമല്ല, ഒരു കൗൺസിലിംഗ് സെഷൻ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏടുകൾ നമ്മൾ മറിച്ചു നോക്കുക കൂടിയാണ്. ആദ്യം നമുക്ക് സംസാരിക്കാനുള്ളത് മുരുകനെ അല്ലെങ്കിൽ വേലിനെ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ്. മുരുകനെ തിരഞ്ഞെടുത്തവർ നിങ്ങളെക്കുറിച്ച് തൊടുകുറിയിൽ തെളിയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നിയേക്കാം. കാരണം പുറമേ കാണുന്ന ആളല്ല നിങ്ങൾ, ഉള്ളിൽ നിങ്ങൾ വേറെ ഒരാളാണ്. നിങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം ആരംഭശൂരത്വം എന്നൊരു വാക്ക് ആണ്. അത് നിങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങളൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾക്ക് അപാരമായ കഴിവുകളുണ്ട്. ഏതൊരു പുതിയ കാര്യം കണ്ടാലും അത് പഠിക്കാനും ചെയ്യാനും നിങ്ങൾക്ക് വല്ലാത്ത ആവേശമാണ്. ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ 100% വിശ്വസിക്കുകയും അതിനായി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കുന്നു? കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ, ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വിചാരിച്ച വേഗത്തിൽ ഫലം കിട്ടാതെ വരുമ്പോൾ, ആ പഴയ ആവേശം ഒരു ബലൂണിനെ കാറ്റുപോലെ ചോർന്നു പോകുന്നു. ഇതെന്നെ കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ സ്വമേധയാ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച എത്രയെത്ര സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്.
ഒന്ന് തിരിഞ്ഞു നോക്കൂ. ആ പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വപ്നങ്ങളാണ് സത്യത്തിൽ നിങ്ങളുടെ ഇന്നത്തെ വിഷമങ്ങൾക്ക് കാരണം. ഇവിടെ മറ്റൊരു സങ്കടകരമായ സത്യം കൂടിയുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം പലപ്പോഴും അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. നിങ്ങൾ വിത്ത് വിതയ്ക്കും, വെള്ളമൊഴിക്കും, വളമിടും. പക്ഷേ വിളവെടുക്കാറാകുമ്പോൾ അവിടെ മറ്റാരെങ്കിലും വന്ന് അതിൻ്റെ ഗുണം കൊണ്ടുപോകും. ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചിട്ടുണ്ടാകാം. ജോലിസ്ഥലത്ത് നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിന് കയ്യടി വേറെ ആർക്കെങ്കിലും കിട്ടുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടിട്ടും അവസാനം കുറ്റപ്പെടുത്തൽ മാത്രം കേൾക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പല രാത്രികളിലും കരഞ്ഞു ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാർത്ത വളരെ സന്തോഷമുള്ള ഒന്നാണ്. മുരുകന്റെ കയ്യിലെ വേൽ വെറുമൊരായുധമല്ല, അത് ജ്ഞാനവേലാണ്. അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും പ്രതീകമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതും ഈ ചിത്രം തിരഞ്ഞെടുത്തതും യാദൃച്ഛികമല്ല. നിങ്ങളുടെ സമയം മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജാതകത്തിലെ രാശിയിലോ എന്തു തന്നെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ തൊടുകുറിയിൽ കാണുന്നത് ശുഭകരമായ ഒരു മാറ്റമാണ്. നിങ്ങൾ അടുത്തിടെ എടുത്ത ചില തീരുമാനങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി ഇങ്ങനെ പറ്റില്ല, എനിക്ക് മാറിയേ തീരൂ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നി തുടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ഒരു ചിന്ത, അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ പടി. നിങ്ങളുടെ ആഗ്രഹം എന്തുമാകട്ടെ, അത് നടക്കാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഭഗവാൻ മുരുകൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്: ഏകാഗ്രത. വേലിന്റെ മുന പോലെ കൂർത്ത ശ്രദ്ധയും ഏകാഗ്രതയും ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമാണ്. പല തോണികളിൽ കാൽ വയ്ക്കരുത്. ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണ്, അത് മാത്രം മുന്നിൽ കാണുക. അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇടയ്ക്ക് വരുന്ന തടസ്സങ്ങളെ കണ്ട് ഭയന്ന് പിന്മാറരുത്. ഇത്തവണ നിങ്ങൾ പിന്മാറില്ല എന്നുറപ്പിച്ചാൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ തെളിഞ്ഞു വരും. ഒരുപക്ഷെ പഴയൊരു സുഹൃത്ത് വഴിയോ അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഉറവിടത്തിൽ നിന്നോ സഹായം ലഭിക്കും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണമോ വിവാഹമോ അങ്ങനെ മറ്റെന്തെങ്കിലും മംഗളകാര്യങ്ങളോ വേഗത്തിൽ നടക്കും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: എല്ലാ ചൊവ്വാഴ്ചയും മുരുകനെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ വീട്ടിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി 9 തവണ ഓം ശരവണ ഭവ എന്ന് ജപിക്കുക. ഇത് വളരെ ലളിതമാണ്, പക്ഷേ ഇതിൻ്റെ ശക്തി അപാരമാണ്. നിങ്ങളുടെ ചിതറിക്കിടക്കുന്ന മനസ്സിനെ ഇത് ഒന്നിപ്പിക്കും. ആ ഏകാഗ്രത വന്നാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ മഹാദേവനെ തിരഞ്ഞെടുത്തവരെക്കുറിച്ചാണ്. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തന്നെ രോമാഞ്ചം വരുന്നുണ്ട്. കാരണം അതിജീവനത്തിൻ്റെ പോരാളികൾ എന്നാണ് നിങ്ങളെ വിളിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം ഒരു പൂമെത്തെ ആയിരുന്നില്ല. നമ്മൾ നേരത്തെ മുരുകനെ തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറഞ്ഞതുപോലെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരല്ല നിങ്ങൾ. മറിച്ച് അടിമുടി തകർന്നു പോയാലും ചാരം മാത്രം ബാക്കിയായാലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച അത്ര വേദനകൾ, അപമാനങ്ങൾ, ഒറ്റപ്പെടലുകൾ അത് മറ്റൊരാൾക്കും താങ്ങാൻ കഴിയില്ല. പലപ്പോഴും ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ, എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യം, ഒരു ചെറിയ പ്രതീക്ഷ, അത് നിങ്ങളെ പിടിച്ചു നിർത്തി. ആ ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷേ ഇവിടെ ഒരു വലിയ രഹസ്യം നിങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ദുഃഖങ്ങൾക്ക് കാരണം. മഹാഭാരതത്തിലെ കർണനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ജന്മനാ ശരീരത്തിൽ കവചവും കുണ്ടലങ്ങളും ഉണ്ടായിരുന്ന വീരൻ. അതുപോലെ സാക്ഷാൽ പരമശിവന്റെ ഒരു അദൃശ്യമായ സംരക്ഷണ കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ ആ കവചം നിങ്ങളോടൊപ്പമുണ്ട്. തൃശൂലം എന്നത് 3 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്: സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ഭയം, രോഗം, ദുഃഖം എന്നിവയെ സംഹരിക്കാനുള്ള ശക്തി ആ തൃശൂലത്തിനുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല? ഉത്തരം ലളിതമാണ്. കർണന് തൻ്റെ കവചം ഉണ്ടെന്നറിയാമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കവചത്തെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് മറന്നുപോയി. അനാവശ്യമായ ഭയങ്ങൾ, ആത്മവിശ്വാസമില്ലായ്മ, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത, ഇതെല്ലാം ചേർന്ന് നിങ്ങളുടെ ആ ദൈവീക കവചത്തിന് മുകളിൽ ഒരു വലിയ ഇരുട്ട് പടർത്തിയിരിക്കുകയാണ്. ഒരു സ്വർണ്ണപാത്രത്തിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ ശക്തി പുറത്തു വരാൻ കഴിയാതെ കിടക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തൊടുകുറിയിലൂടെ ശിവനെ തിരഞ്ഞെടുത്തത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭഗവാൻ നിങ്ങളോട് പറയുകയാണ്: മക്കളെ, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. നിന്റെ ഉള്ളിലെ ശക്തിയെ നീ തിരിച്ചറിയൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് കുടുംബത്തിൻ്റെ സമാധാനമാകാം,
കടബാധ്യതകൾ തീർക്കുന്നതാകാം, അല്ലെങ്കിൽ രോഗശാന്തിയാകാം. അത് നടക്കാൻ പോവുകയാണ്. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്. നിങ്ങൾ ഭയത്തെ ഉപേക്ഷിക്കണം. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആദ്യം കളയണം. പകരം എൻ്റെ കൂടെ മഹാദേവനുണ്ട്, എനിക്ക് വരുന്നതെല്ലാം നല്ലതിനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഈ വിശ്വാസം വെറുതെ പറയുന്നതല്ല, നിങ്ങളത് പ്രാവർത്തികമാക്കണം. ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ളിലെ ഈ ശിവചൈതന്യം ഉണർന്നാൽ പിന്നെ സംഭവിക്കുന്നത് മാജിക് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാത്രമല്ല, അതിലും വലിയ വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ വാക്കിന് ശക്തി കൂടും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അതേപടി നടക്കും. ശത്രുക്കൾ പോലും നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്. വലിയ പൂജകളോ ഹോമങ്ങളോ ഒന്നും വേണ്ട. തിങ്കളാഴ്ച ദിവസം ഒന്ന് വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ വേണ്ട. ദിവസവും വൈകുന്നേരം ദീപാരാധനാ സമയത്ത് 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഓം നമഃശിവായ എന്ന് ജപിക്കുക. പക്ഷെ ജപിക്കുമ്പോൾ ചുണ്ടുകൾ മാത്രം അനങ്ങിയാൽ പോരാ. ഓരോ തവണ ജപിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ട് മാറി അവിടെ വെളിച്ചം നിറയുന്നതായി സങ്കല്പിക്കണം. അത്രത്തോളം ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും വേണം ഈ മന്ത്രം ജപിക്കാൻ. പ്രാർത്ഥന എന്നത് ദൈവത്തോട് എനിക്ക് അത് താ ഇത് താ എന്ന് ചോദിക്കലല്ല, മറിച്ച് ഭഗവാനെ, ഞാൻ നിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്, എന്നെ നേർവഴി നടത്തണമേ എന്ന സമർപ്പണമാണ്. ആ സമർപ്പണം നിങ്ങളിൽ വന്നാൽ പിന്നെ ഒരു ഗ്രഹദോഷത്തിനും നിങ്ങളെ തൊടാൻ കഴിയില്ല. നമ്മൾ ഇന്ന് 2 വലിയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. മുരുകനെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടത് ഏകാഗ്രതയും ലക്ഷ്യബോധവുമാണ്. ശിവനെ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടത് ആത്മവിശ്വാസവും ഭയമില്ലായ്മയുമാണ്. ഇതൊരു യാത്രയുടെ തുടക്കം മാത്രമാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെറുതെ ഇരിക്കരുത്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ മാറ്റം തുടങ്ങണം. നിങ്ങൾക്ക് ഇതിൽ ഏതു ഫലമാണ് കിട്ടിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മുരുകനെ തിരഞ്ഞെടുത്തു, എനിക്ക് മാറ്റം വരുമെന്നോ ശിവൻ എൻ്റെ കൂടെയുണ്ട് എന്നോ പോസിറ്റീവായി വേണം എപ്പോഴും ചിന്തിക്കാനും കമൻറ്റ് ചെയ്യാനും. നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കും പ്രപഞ്ചത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ പോസിറ്റീവ് എനർജി എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാര്യമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ ആത്മീയ കുടുംബം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനലിൽ നടക്കുന്ന പ്രത്യേക പൗർണമി പൂജകളിലും നവഗ്രഹ പൂജകളിലും നിങ്ങളുടെ പേരുൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. ആ കൂട്ടു പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് ഉപയോഗപ്പെടുത്താം. ജീവിതം വളരെ സുന്ദരമാണ്. ഇടയ്ക്ക് വരുന്ന കാർമേഘങ്ങളെ കണ്ട് സൂര്യനില്ല എന്ന് കരുതരുത്. കാറ്റ് വീശുമ്പോൾ മേഘങ്ങൾ മാറും, സൂര്യൻ വീണ്ടും ഉദിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ആ സൂര്യോദയം ഇതാ വന്നെത്തിയിരിക്കുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറി